ഗൈസ് വെൽക്കം ബാക്ക്. ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെയാണ് ബോക്സിൽ വരുന്നതെന്ന് നോക്കാം. ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആവറേജ് ക്വാളിറ്റിയിലുള്ള USB ടൈപ്പ് A to മൈക്രോ USB കേബിൾ വളരെ ഷോർട്ടാണ്, അതുകൊണ്ട് തന്നെ വലിയൊരു ഉപകാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു അത്യാവശ്യം സ്റ്റാൻഡേർഡ് യൂസർ മാനുവൽ ഇതിൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെയാണ് വാറൻറ്റി കാർഡും, അതുകൊണ്ട് തന്നെ വാറൻറ്റിൻ്റെ ഇൻഫോർമേഷനും ഇതിലുണ്ട്. ഫൈനലി കുറച്ച് എക്സ്ട്രാ ഇയർ ടിപ്സ്, സ്മോൾ സൈസും പിന്നെ ടോപ്പ് സൈസും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്ക് ബാൻഡിൽ മീഡിയം സൈസ് ആയിരിക്കും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്. ഞാൻ ബ്ലാക്ക് വിത്ത് യെല്ലോ അസെൻ്റാണ് പർച്ചേസ് ചെയ്തത്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ബാൻഡ് എടുക്കുമ്പോൾ പൊട്ടിപ്പോകുമെന്നൊക്കെ തോന്നും, കാരണം അത്രയും സെക്യൂർ ആയിട്ടാണ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ജസ്റ്റ് ആ സൈഡിലൊന്ന് പിടിച്ച് കുറച്ച് ഫോഴ്സ് കൊടുത്തങ്ങ് എടുത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇതാണ് നമ്മുടെ ഹെഡ് ബാൻഡിൻ്റെ ഫസ്റ്റ് ലുക്ക്. ഇനി ഞാനൊരു 7 days യൂസ് ചെയ്തതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഈ നെക്ക് ബാൻഡ് കയ്യിലെടുത്തപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ തന്നെ കുറച്ച് ഫ്ലെക്സിബിളും ആണ്. സോ ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതിനോട് പെട്ടെന്നൊന്നും പൊട്ടാൻ സാധ്യതയില്ല. എന്നാലും ഞാൻ വാങ്ങിയിട്ടുള്ള ആ ഒരു 899 റുപ്പീസിനാണ് ഇതൊരു ആവറേജ് ലെവലിലുള്ളൊരു ബിൽഡ് ക്വാളിറ്റി ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസ് ആയിട്ടുള്ള 4000 റുപ്പീസിന് ഇത് അത്ര നല്ലൊരു ക്വാളിറ്റി ഒന്നുമില്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് ഓൺലൈൻ ഷോപ്പിംഗിൽ നിന്ന് ബിലോ 1300 നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വലിയൊരു മോശമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ഇയർബഡ്സ് ഉണ്ടല്ലോ, അത് മെറ്റലാണ്, അതുപോലെ ബാക്കിൽ മാഗ്നറ്റ്സ് ഉണ്ട്. സോ നിങ്ങൾ നെക്കിലിട്ടതിന് ശേഷം താഴത്തോട്ട് തൂക്കിയിടുന്ന സമയത്ത് അത് മാഗ്നറ്റ് വെച്ചിട്ട് അങ്ങോട്ട് പ്രസ്സായി കണക്ട് ചെയ്തിരുന്നോളൂ. ഈ ഒരു നെക്ക് ബാൻഡിൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ഇത് IPX5 സ്പ്ലാഷ് പ്രൂഫോടെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ വെള്ളം കൊടിയുക, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ നെക്കിൻ്റെ ഏരിയ വല്ലാതെ വിയർപ്പ് വരുമല്ലോ, ആ സമയത്തൊന്നും വിയർപ്പോ അല്ലെങ്കിൽ വെള്ളമൊന്നും ഉള്ളിലോട്ട് കയറിയിട്ട് പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകാൻ സാധ്യതയില്ല. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്ക് വർക്കൗട്ടിൻ്റെ സമയത്ത് ഇട്ടിട്ട് അത്യാവശ്യം നല്ലോണം സ്വെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും ഒരു കംപ്ലൈൻറ്റോ പ്രശ്നമോ വന്നിട്ടില്ല. നെക്ക് ബാൻഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇൻഫിനിറ്റീൻ്റെ ഒരു ചെറിയ ബ്രാൻഡിങ് ഉണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് വോളിയം പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും പിന്നെ ഒരു ഓൺ ഓഫ് / പ്ലേ പോസ് ബട്ടണും ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ചെറിയൊരു ചാർജിങ് ആൻഡ് പെയറിംഗ് ഇൻഡിക്കേറ്ററും താഴെ ഭാഗത്തായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു USB പോർട്ടും. അപ്പോൾ നമുക്കിവിടെ മൈക്രോ USB ആണ് വരുന്നത്. ഒരു ചെറിയ ഓപ്പണിംഗ് ഡോറുണ്ട്, അത് പെട്ടെന്ന് പൊളിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വാട്ടർ പ്രൂഫിങ്ങിനോട് കാര്യമില്ലാതാവും. അതെനിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ് തോന്നുന്നത്. അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു IPX5 സ്പ്ലാഷ് പ്രൂഫ് കാരണം വലിയൊരു ഉപകാരം ഉണ്ടാവില്ല, കാരണം അതുവഴി വെള്ളം കയറാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊരു കുറച്ച് ലോ ക്വാളിറ്റി ആയിട്ടുള്ളൊരു പാർട്ടാണ്. എന്നാലും ഇപ്പോൾ ഈ ഒരു 1 week യൂസിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം വന്നിട്ടില്ല. സോ ഫൈനലി ഒരു ഓവറോൾ ബിൽഡ് ക്വാളിറ്റി എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 899 എന്നുള്ള പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വലിയൊരു മോശമല്ല, ആവറേജ് ആണ്. എന്നാലും ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന പാക്കേജിങ്ങിൻ്റെ മുകളിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമ്മുടെ ആ ഒരു മെറ്റലിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആ ഇയർബഡ്സിൻ്റെ അവിടെയൊക്കെ ചെറുതായിട്ട് സ്ക്രാച്ചൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ ഇയർഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഡിയോ ക്വാളിറ്റിയിൽ എനിക്കൊരു മിക്സ്ഡ് ഫീലിങ്സ് ആണുള്ളത്. കാരണം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമുണ്ട്, ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ട്. ഏതായാലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൊണ്ട് തന്നെ തുടങ്ങാം. 12mm ഡ്രൈവറാണ് ഈ ഒരു ഹെഡ്ഫോണിനുള്ളത്. എന്ന് വെച്ചാൽ 12mm ഒരു സ്പീക്കർ, അത് നല്ല രീതിക്ക് ബേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. കൂടെ തന്നെ നമുക്കിവിടെ ഡ്യുവൽ EQ മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 രീതിയിലോട്ട് നമുക്ക് ബേസ് മോഡ് ചേഞ്ച് ചെയ്യാം. ഒരു നോർമൽ മോഡും പിന്നെ ഒരു ഡീപ്പ് ബേസ് മോഡും. അപ്പം വോളിയം പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും അറ്റ് എ ടൈം പ്രസ് ചെയ്യുമ്പം നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം നോർമൽ മോഡും ഡീപ്പ് ബേസ് മോഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നത്. സോ ബേസിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേസ് ഈ ഒരു നെക്ക് ബാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ട്രബിൾ എന്നൊക്കെ പറയുമല്ലോ, നമ്മളൊരു ക്ലാരിറ്റി അത് ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ മിഡ് ഫ്രീക്വൻസി ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഓഡിയോ ഫയലിൽ സംസാരിക്കുന്ന ഭാഗം, ഈ വോക്കൽസൊക്കെ ഭയങ്കര മ്യൂട്ടഡ് ആണ്. അത് പിന്നെ ഈ ഒരു IPX5 സ്പ്ലാഷ് പ്രൂഫ് ഉള്ളത് കൊണ്ടും കൂടി ആയിരിക്കും അത്ര മ്യൂട്ടഡ് ആകാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ തീരെ ക്ലാരിറ്റി ഇല്ലാത്തതുപോലെ തോന്നും. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് ആ ഒരു വോക്കൽസ് കേൾക്കാൻ വേണ്ടിയിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യും. ആ സമയത്ത് ഓവറായിട്ട് ബേസ് വരും. കാരണം ഇതിൻ്റെ നോർമൽ ബേസ് മോഡിനെക്കാട്ടിലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഡീപ്പ് ബേസ് മോഡാണ്. കാരണം നോർമൽ ബേസ് മോഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡീപ്പ് ബേസ് മോഡ് കുറച്ചുകൂടി പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മൾ ആ ഡീപ്പ് ബേസ് മോഡിലിട്ടിട്ട് ഈ വോക്കൽസ് കേൾക്കാൻ വേണ്ടിയിട്ട് ശബ്ദം കൂട്ടുന്ന സമയത്ത് ഓവർ ബേസ് ആവും. അപ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടി ഒന്ന് കുറഞ്ഞ ഒരു ബേസ് മതിയായിരുന്നു, എന്നാലും രണ്ടും ബാലൻസ് ആയിട്ട് ഒരു പെർഫെക്ഷൻ വരുമായിരുന്നു. ആ ഒരു കാര്യമാണ് എടുത്തു പറയാനുള്ളത് ഓഡിയോ ക്വാളിറ്റിൻ്റെ ഒരു ഡൗൺ സൈഡ് ആയിട്ട്. പക്ഷേ നമുക്ക് ഈക്വലൈസറൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയെങ്കിൽ നമ്മുടെ മിഡ് ഫ്രീക്വൻസീസ് കുറച്ചൊന്ന് ബൂസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ എല്ലാ സമയത്തും നമുക്ക് ഇതുപോലെ ഈക്വലൈസർ യൂസ് ചെയ്യാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇനിയുള്ളത് നമുക്കിവിടെ ബ്ലൂടൂത്ത് 5.0ൻ്റെ സപ്പോർട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് 2 ഫോൺ അറ്റ് എ ടൈം ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് വെക്കാം. സോ അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമുക്കറിയാം അധികം ആൾക്കാരും വാട്സപ്പ് അങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൈമറി ഡിവൈസും പിന്നെ കോളിങ്ങിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡറി ഡിവൈസാണ് ഉണ്ടാകുക. അപ്പോൾ നമ്മൾ അത് രണ്ടും കണക്ട് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്തും ഈ ഒരു ബ്ലൂടൂത്ത് നെക്ക് ബാൻഡ് വഴി നമുക്ക് എന്ത് ചെയ്യുക, കോൾസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിലുള്ള ഓഡിയോ ചാറ്റ്സ് പോലത്തെ ഓഡിയോ ഫയൽസും നമുക്ക് ഇതിൽ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൈമറി ഡിവൈസിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി ഇതിലോട്ട് കേൾക്കുകയും ചെയ്യാം. സോ 2 ഡിവൈസ് കണക്ട് ചെയ്ത് വെക്കുക.
പിന്നെ ഈ ഒരു ബ്ലൂടൂത്ത് 5.0 പ്രത്യേകത കുറഞ്ഞ ചാർജിൽ വർക്ക് ചെയ്യും. സോ എഫിഷ്യൻസി കൂടുതലാണ്. നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിലും വലിയൊരു മോശമല്ല. സാധാരണ നമ്മൾ നെക്ക് ബാൻഡ് ഇവിടെ വെച്ച് അടുത്ത റൂമിലോട്ടോ അങ്ങനെ കുറച്ചൊരു 10 മീറ്ററൊക്കെ അല്ലേ ദൂരെ പോവുള്ളൂ. അതുവരെ ഒന്നും കണക്ഷൻസ് ഒന്നും വിട്ടിട്ട് വലിയൊരു ഓഡിയോ പ്രശ്നം വരുന്നില്ല. സോ ഈ ഒരു ബ്ലൂടൂത്ത് 5.0 ഇവിടെ ഉള്ള ഒരു പ്ലസ് പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ ഹർമാൻ കാർഡൻ പോലത്തെ ഒരു ട്രസ്റ്റഡ് ബ്രാൻഡിൻ്റെ സാധനമാണെന്ന് വിചാരിച്ചിട്ട് നേരിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ എക്സ്ട്രീം ആയിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഹെഡ്ഫോൺ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഓഡിയോ ക്വാളിറ്റി അത്ര പോരാ, ബേസ് അടിപൊളിയാണ്. സോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഞാൻ എന്തായാലും നിങ്ങൾ ക്ലാരിറ്റിയിലോട്ട് അത്ര ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഇതൊരു ലൈറ്റ് വെയ്റ്റും അതുപോലെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് ഡിസൈൻ കണ്ടോ നിങ്ങൾ നമ്മുടെ ചെവിയിലോട്ട് വെക്കുന്ന ആ ഒരു ഇയർബഡ്സിൻ്റെ ഭാഗത്ത്. അതും കൂടെ കൂടി ചേരുമ്പോൾ നമ്മൾ വർക്കൗട്ട് അഥവാ ഇൻറ്റൻസ് ആയിട്ടുള്ള ഓടലോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മളെ ചെവിയിൽ നിന്ന് താഴത്തോട്ട് വീഴുന്ന ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ഫിറ്റിംഗ് ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ഇയർബഡ്സ് കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിറ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, ഇത് നമ്മൾ ചെവിയിലോട്ട് വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരുമാതിരി ക്രാക്ലിംഗ് സൗണ്ട് അഥവാ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പൊട്ടുന്ന ശബ്ദം പോലെ നമുക്ക് കേൾക്കാം. അതുപോലെ നിങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് ചെവിയിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് വല്ലാതെ നമ്മുടെ ഇയർ ഡ്രംസ് വേദന എടുക്കും. കാരണം ആ ഒരു എയർ പ്രഷർ റെഗുലേഷന് അത്ര നന്നായിട്ട് ഈ ബഡ്സ് വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ചെവിക്ക് വേദന വരാൻ സാധ്യതയുണ്ട്. അത് ശരിക്കും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഞാൻ പെട്ടെന്ന് പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് വലിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം അത്ര ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴും പെട്ടെന്നൊന്നും ഫോളോ ഔട്ട് ആയി പോകുന്നില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 1.5 മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ വലിയൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യില്ല. ഇതിങ്ങനെ പ്രഷർ വെച്ചിട്ട് അമർന്ന് നിൽക്കായതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു കംഫർട്ട് ഇല്ലായ്മ ഉണ്ടാവും. എന്നാലും ഓവറോൾ ഫിറ്റിങ്ങും കംഫർട്ടും ഇത്ര വലിയൊരു ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡ് ആയിട്ട് പോലും ഒരു എന്താ പറയുക ഒരെടുത്ത് പറയാൻ മാത്രമുള്ള ഒരു പെർഫെക്ഷൻ ഒന്നുമില്ല. സോ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളൊരു 1 to 2 വീക്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആ ഒരു രീതിയിലോട്ട് മാറിക്കോളും. അപ് ടു 7 hours പ്ലേ ബാക്ക് എന്നാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത്. എനിക്ക് ഏകദേശം ഒരു 6 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു 40% താഴെ നമ്മുടെ ബാറ്ററി ലെവൽ പോകുമ്പോൾ പെട്ടെന്ന് 0 പോകുന്നുണ്ട്. നിങ്ങൾ വർക്കൗട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അഥവാ ഡെയിലി ഒരു 1 hour ഒക്കെ യൂസ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 5 days ഒക്കെ നീറ്റായിട്ട് ഈ ഒരു സാധനം നിൽക്കും. 1 മണിക്കൂർ മാത്രം യൂസ് ആണെങ്കിൽ. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം വരെയൊക്കെ മാക്സിമം കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക അഥവാ അത്ര ഇൻറ്റൻസ് അല്ലെങ്കിൽ ഒരു 3 days വരെയും കിട്ടും. പക്ഷേ അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാരണം ഇതുപോലത്തെ നെക്ക് ബാൻഡ്സ് വളരെയധികം ലൈറ്റ് വെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബാറ്ററിൻ്റെ കാര്യത്തിലും ബാക്കിയുള്ള കമ്പോണൻസിൻ്റെ കാര്യത്തിലൊക്കെ കൊണ്ടുവരുന്നത്. കാരണം 85 mAh ഒരു ബാറ്ററി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് പെട്ടെന്ന് ചാർജ് ആവും. 5 volt 1.2 ആംപിയറിൻ്റെ മുകളിലോട്ടുള്ള ചാർജിങ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല കേട്ടോ. 2 ആംപിയർ കൊടുക്കാൻ പാടില്ല. കാരണം ഇവിടെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ടറല്ല. എന്തായാലും 85 mAh ബാറ്ററി ആയതുകൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് ചാർജ് ആവും. ആ ലൈറ്റ് ഇൻഡിക്കേറ്ററിൽ ചാർജ് ആകുന്ന സമയത്ത് റെഡ് ആയിരിക്കും, ചാർജ് ആയി കഴിഞ്ഞാൽ ബ്ലൂ ആവും. സോ ആ ഒരു ഇൻഡിക്കേഷൻ ഇവിടെ ഉള്ളത് നന്നായി. എല്ലാം കൊണ്ടും ഈ ഒരു ചാർജിങ് ആൻഡ് ബാറ്ററി സെക്ഷനിൽ ഈ നെക്ക് ബാൻഡ് അത്ര മോശമല്ല. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ, നമുക്ക് എത്ര പ്രൈസ് റേഞ്ചിൽ വരെ കിട്ടിയാലെടുക്കാം? സോ ഇതൊരു 1300 രൂപയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നതുകൊണ്ട് വലിയൊരു മോശമല്ല. പക്ഷേ ഇത്രയും വലിയൊരു ബ്രാൻഡാണ് വിചാരിച്ച് എല്ലാം കൊണ്ടും പെർഫെക്റ്റും അല്ല. പിന്നെ നമ്മൾ PUBG പോലത്തെ ഗെയിംസൊക്കെ കളിക്കുന്ന സമയത്ത് ട്രിഗർ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഷോട്ടിൻ്റെ ശബ്ദം കേൾക്കുമല്ലോ, അത് കുറച്ചൊരു ലാഗ് ഉണ്ട്. എന്ന് വെച്ചാൽ കുറച്ചൊരു ലാറ്റൻസി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ വർക്കൗട്ട്സിനായിരിക്കും ഇത് കുറച്ചുകൂടി നന്നാകുക. ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷുവറായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കൊരു ലോങ് ടേം റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് we'll catch you guys in the next episode.